ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് പോകാം. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പാണ് വന്നിരിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ അറിയിപ്പനുസരിച്ച് പക്ഷിപ്പനി മനുഷ്യരിലേക്ക് കൂടി പടർന്നേക്കാം എന്നുള്ള വലിയൊരു ജാഗ്രതാ നിർദ്ദേശം നമ്മുടെ ലോകമെമ്പാടും നൽകിക്കഴിഞ്ഞു. കോവിഡിനേക്കാൾ 100 മടങ്ങ് ശക്തിയാർജിച്ച ജനിതകമാറ്റം വന്നിട്ടുള്ള H5N1 എന്ന പക്ഷിപ്പനി വൈറസുകൾ മനുഷ്യരിലേക്കും പടർന്നു പിടിച്ചേക്കാം. അതോടൊപ്പം തന്നെ 52% മരണസാധ്യത കൂടി പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ആലപ്പുഴയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. കുട്ടനാടൻ പ്രദേശങ്ങളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് മനുഷ്യരിലേക്ക് വ്യാപിച്ചിട്ടില്ല. അതിനാൽ തന്നെ കർശന ജാഗ്രതാ നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നമ്മുടെ സംസ്ഥാനത്ത് ഈ സമയത്ത് നൽകുന്നത്. പ്രത്യേകിച്ച് ആലപ്പുഴ മേഖലകളിൽ പക്ഷികളുമായി അടുത്ത് ഇടപഴകുമ്പോഴും അല്ലെങ്കിൽ പക്ഷികളുടെ വിസർജ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ വായുവിലൂടെയുമാണ് ഈ രോഗം പടരുന്നതിനുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള പരിശോധനകൾ, അതോടൊപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ രോഗലക്ഷണങ്ങൾ, പനി, ശരീരവേദന, തൊണ്ടവേദന, മറ്റ് അസ്വസ്ഥതകൾ, ന്യൂമോണിയ പോലെയുള്ള രോഗങ്ങൾ ഇങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത് പക്ഷിപ്പനിയുടെ ലക്ഷണങ്ങളാവാം. നാളിതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും കൃത്യമായിട്ട് പരിശോധന ഇവിടങ്ങളിൽ ആരംഭിക്കുകയാണ്. പൊതുജനങ്ങൾ എല്ലാവർക്കും ഇതിനോട് സഹകരിക്കുക. നമ്മുടെ തൊണ്ടയിൽ നിന്നുള്ള സ്രവം ഉൾപ്പെടെ പരിശോധനയ്ക്ക് വിധേയമാക്കും. പനിയുള്ള ആളുകളുടെ സ്രവങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കി ഇത് പക്ഷിപ്പനി മൂലമാണോ എന്ന് കൃത്യമായിട്ട് പരിശോധനയിലൂടെ കണ്ടെത്താൻ സാധിക്കും. നിലവിൽ അങ്ങനെ ഒന്നും തന്നെ നമ്മുടെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എങ്കിലും അതീവ ജാഗ്രതയാണ് ഈ സമയത്ത് നൽകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ കോഴി, താറാവ് ഉൾപ്പെടെയുള്ള പക്ഷികളെ വളർത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ജാഗ്രത പാലിക്കേണ്ട സമയമാണിപ്പോൾ. പക്ഷികളുമായി ഇടപഴകുമ്പോൾ, അതോടൊപ്പം തന്നെ ഇവക്ക് തീറ്റ കൊടുക്കുമ്പോൾ, ഇവയുടെ വിസർജ്യം കൈകാര്യം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വൃത്തി, ശുചിത്വം പാലിക്കേണ്ടത് ഈ സമയത്ത് നിർബന്ധമാണ്. അതോടൊപ്പം തന്നെ പക്ഷികളുമായി ഇടപഴകുന്ന സാഹചര്യം വരുമ്പോൾ സുരക്ഷിത അകലം പാലിക്കുക, മാസ്ക് ധരിക്കുക എന്നിവ ഉൾപ്പെടെയുള്ള, അതോടൊപ്പം ശരീരം വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ള കാര്യങ്ങൾ ഇവയെല്ലാം നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതാണെന്ന് ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ്, SSLC +2 ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വന്നെത്തിയിട്ടുണ്ട്. SSLC പരീക്ഷാഫലം മെയ് മാസത്തിലെ ആദ്യ ആഴ്ചയോടെ വരുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അറിയിപ്പ് വന്നിട്ടുള്ളത്. അതിനുശേഷം തൊട്ടടുത്ത ആഴ്ചയിൽ തന്നെ +2 ഫലപ്രഖ്യാപനവും ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ടാബുലേഷൻ ഉൾപ്പെടെയുള്ള ജോലികൾ നടന്നു വരുന്നു. വിദ്യാർത്ഥികളുടെ ഗ്രേസ് മാർക്ക് അപ്ലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നടന്നു വരുന്നത്. വളരെ വേഗത്തിലാണ് ഈ സമയത്ത് മൂല്യനിർണ്ണയം ഉൾപ്പെടെയുള്ളവ അധ്യാപകർ പൂർത്തിയാക്കിയത്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. മാർക്കർ എൻ്റർ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് മെയ് ആദ്യ ആഴ്ചയിൽ തന്നെ SSLC റിസൾട്ട് പ്രഖ്യാപിക്കാനാകുമെന്ന കൃത്യമായിട്ടുള്ള അറിയിപ്പ് വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് എന്തെന്നാൽ, കേന്ദ്ര സർക്കാരിൻ്റെ ഗരീബ് അന്നയോജന സ്കീം പ്രകാരം സൗജന്യ അരി, ഗോതമ്പ് മുതലായവ ആനുകൂല്യങ്ങൾ മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്ക് ലഭിക്കുന്നുണ്ട്. ആനുകൂല്യങ്ങൾ ഏപ്രിൽ മാസത്തെ റേഷൻ വാങ്ങാനുള്ളവർക്ക് വാങ്ങുവാൻ സാധിക്കും. AAY റേഷൻ കാർഡാണ് എങ്കിൽ 30 കിലോ അരിയും 3 കിലോ ഗോതമ്പ് എന്നിവയെല്ലാം ഇവർക്ക് സൗജന്യമായി ലഭിക്കുന്നതാണ്. BPL റേഷൻ കാർഡുകാർക്ക് ആളൊന്നിന് 4 കിലോ അരി, 1 കിലോ ഗോതമ്പ് എന്ന തോതിലായിരിക്കും സൗജന്യമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യമുള്ളത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് നിങ്ങളുമായി പങ്കുവച്ചത്. ഇനിയും ഇതുപോലെയുള്ള അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ നിങ്ങൾ നൽകിയ സപ്പോർട്ടിലും ലൈക്കിലും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി.